ഹലോ ഗേസ്, ഹലോ അപ്പെക്സ് ഫാമിലി മെമ്പേഴ്സ്. നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട് എങ്ങനെ നമ്മുടെ എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് P2P എങ്ങനെ ചെയ്യാം, INR USDT എങ്ങനെ നമുക്ക് INR ആക്കി മാറ്റാം, ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാം സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മളെ കയ്യിലുള്ള എല്ലാവരും എക്സ്ചേഞ്ച് ഓപ്പൺ ആക്കുക. കയ്യിലുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ലിങ്ക് ഓപ്പൺ ആക്കുക, അപ്പെക്സിൻ്റെ എക്സ്ചേഞ്ച് ഓപ്പൺ ആക്കുക. ഓക്കെ, അപ്പെക്സിൻ്റെ ഓപ്ഷൻ എക്സ്ചേഞ്ച് ഓപ്പൺ ആക്കിയിട്ട് ലോഗൗട്ട് ആക്കിയവരൊക്കെ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഓക്കെ, നമ്മളെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിലുള്ള 3 ലൈൻ ഉണ്ടല്ലോ, ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റ്, വാളറ്റ്, ഓർഡർ അങ്ങനെ വരുന്നില്ല. ഇത് ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട് P2P. ഓക്കെ, ഈ P2P എന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക, നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഈ ഒരു പുതിയ പേജ് ഇവിടെ വരും. അപ്പോൾ ഇതിൽ P2P ആഡ്സ് ബൈ സെല്ല് കണ്ടെങ്കിൽ ബൈ ചെയ്യല്ല, നമ്മൾ സെല്ല് ചെയ്യാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, സെല്ല് ഓപ്ഷൻ നിൽക്കുക. ഓക്കെ, എന്നിട്ട് USDT അല്ലേ, USDT അപ്പെക്സ് രണ്ടാമത്തെ ഓപ്ഷൻ USDT ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് INR ഇവിടെ കാണിക്കുന്നുണ്ട്. INR ആണെങ്കിൽ INR ഇവിടെ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഇതിൽ INR കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വാലറ്റിൽ USDT ഇല്ല, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എൻ്റർ എമൗണ്ട് അടിക്കുക. നമ്മുടെ കയ്യിൽ എത്രയാണ് USDT വാലറ്റിലുള്ള USDT നമുക്ക് എത്രയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുക ചെയ്യുക. ഉദാഹരണത്തിന് ഒരു $50 ഞാനിവിടെ സെല്ല് ചെയ്യാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുക, ആൾ പേയ്മെൻറ്റ് ലാസ്റ്റ് ആൾ പേയ്മെൻറ്റ് അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ INR ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് താഴോട്ട് പോവുക. എന്നിട്ട് അപ്പോൾ ഇവിടെ ഒരു ബയ്യർ ഉണ്ട് ഇവിടെ, അതായത് ഇവിടെ കാണിക്കുന്നുണ്ട് ലിമിറ്റ് 1000 to 1 lakh വരെയാണ് ലിമിറ്റ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിലെന്ത് ചെയ്യുക, നമ്മൾ സെല്ല് USDT എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, താഴത്ത് സെല്ല് അടിക്കുക. ഓക്കെ, അപ്പം ഇവിടെ കാണിക്കുന്നുണ്ട് പ്രൈസ് $90, INR ഫീസായിട്ട് 0 ആണ് വരുന്നത്, ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ എത്ര ഉദ്ദേശിക്കുന്ന സെല്ല് ഒന്നുകൂടി എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിലുള്ള ഡോളർ, എൻ്റെ ബാലൻസ് 0 USD എന്നാണ് കാണിക്കുന്നത്, എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സെല്ല് എന്ത് ചെയ്യുക, എടുക്കുക. സെല്ലിൽ 50 USDT അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് റിസീവ് നമുക്ക് കിട്ടേണ്ട എമൗണ്ട് $4500 റിസീവ് ഔട്ട് ചെയ്യുന്ന പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരെ താഴത്ത് സെറ്റ് മൈ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മളെ അക്കൗണ്ട് നമ്പറൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് ആ ഓപ്ഷൻ വെച്ച ഈ ഗ്രീനിൽ എന്ത് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അടുത്ത ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ്. ഓക്കെ, INR എന്ന് ക്ലിക്ക് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, എന്നിട്ടാണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ഓക്കെ, ഓക്കെ, പിന്നെ അടുത്ത താഴത്ത് IFSC കോഡ് കൊടുക്കുക. എന്ത് കൊടുക്കുമ്പോൾ സാവധാനം ചെയ്താൽ മതി. ഓക്കെ, കറക്റ്റ് കാര്യങ്ങൾ ചെയ്താൽ എറർ വന്നാൽ പിന്നെ അത് മിസ്റ്റേക്ക് സംഭവിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ അപ്പോൾ അക്കൗണ്ട് ഹോൾഡർ നെയിം ചോദിക്കുന്നുണ്ട്, അക്കൗണ്ട് ഹോൾഡർ നെയിം അടിച്ചു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് എന്താ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് തന്നെ അതേപോലെ ചെയ്യുക. സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് INR കൊടുക്കുക. ഒന്ന് കട്ടായി പോയതാണ്. എന്തുണ്ട്, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യങ്ങൾ. ഇതേപോലെ വരും. അവിടെ എന്ത് ചെയ്യുക, നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, IFSC കോഡ് കൊടുക്കുക, ബാങ്ക് നെയിം കൊടുക്കുക, അക്കൗണ്ട് ഹോൾഡർ നെയിം കൊടുക്കുക, കൺഫേം എന്ന് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സിമ്പിളായി പറഞ്ഞതാണ്. എൻ്റെ ഭാഷയും കാര്യങ്ങളും നോക്കണമെങ്കിൽ കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, കാര്യങ്ങൾ ഇതാണ് ചെയ്യേണ്ട രീതി. എന്നിട്ട് എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. എല്ലാവരും സാവധാനം ചെയ്തുകൊണ്ട് കൊടുക്കുക. ഏകദേശം ഒരു 24 to 7 days ഒക്കെയാണ് അവർ പറയണത് ടൈം, കയറാനുള്ള ടൈം. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് ഇപ്പോഴൊക്കെ. ഓക്കെ, എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.